തീരെ വയ്യ, എണീക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തലയൊന്നും നേരെ നിൽക്കുന്നില്ല. എങ്കിൽ പോലും എൻ്റെ ഹെയർ കട്ട് ഞാൻ ചെയ്തു. ഞാനതിന് റീൽ ഇട്ടായിരുന്നു, നിങ്ങളെല്ലാം കണ്ടു കാണും. ഇത് പല ആൾക്കാരും അതെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടു. എൻ്റെ യൂട്യൂബ് ചാനൽ കൂടെ ഞാനത് ഇടാൻ വെച്ചേക്കുമായിരുന്നു. റീൽസ് എന്ന് പറഞ്ഞാൽ പറയാം, പണ്ട് തൊട്ടേ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് റീൽസ്. അങ്ങനെ ചെയ്ത റീലാണ്. എങ്കിൽ പോലും അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട് നിങ്ങളുടെ അടുത്ത്, എൻ്റെ യൂട്യൂബ് ചാനലിൽ. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഉറക്കമില്ല, ചില സമയം ഓർമ്മ കിട്ടത്തില്ല, മുഴുവൻ കയ്പാണ്. എൻ്റെ മുടിയെല്ലാം ഒരുമാതിരി പശ പോലായി, കടലിലെ തൊലിയെല്ലാം പോയി, തലയിലേയും തൊലി പോയി. അതുകൊണ്ടാണ് ഹെയർ കട്ട് ചെയ്ത് ഞാനൊന്ന് പറഞ്ഞില്ലേ. വീണ്ടും കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, രാവിലെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ബ്ലഡ് കൗണ്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കുക എല്ലാവരും. ഒരുപാട് പേർ പ്രാർത്ഥന എൻ്റെ ഒപ്പമുണ്ട്. എനിക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലായി. എവിടുന്നൊക്കെയാണെന്ന് അറിയില്ല, ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ വലിയൊരു സൗഖ്യം ദൈവം തരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പലരും എന്നെ കാണാൻ വന്നു, പലരും എന്നെ കാണാൻ വന്നില്ല. അവരോടൊന്നും പരിഭവമില്ല, കാണാൻ വന്നവരോട് നന്ദി മാത്രം. ഇനി ഒരുപാട് ടീമുകൾ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഞാൻ മറികടക്കുമെന്ന് എനിക്കറിയില്ല. ചില സമയം എല്ലാവരും പറയും രേണുസുതി ഭയങ്കര മനക്കരത്തുള്ള കുട്ടിയാണ്. സത്യമാണ്. പക്ഷെ ശാരീരികമായിട്ട് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. എന്നെപ്പോലെ തന്നെ രോഗമുള്ളൊരു പ്രശസ്ത, പേരൊന്നും പറയുന്നില്ല, അവർ ഞാൻ തമ്മിൽ സംസാരിക്കാറുണ്ട്. അവർക്ക് അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, സൗന്ദര്യവും സമ്പത്തും എല്ലാം ഉള്ളപ്പോൾ അവർക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് അവർക്ക് ആരുമില്ല. ഇതുപോലെ തന്നെയാണ്. എനിക്ക് ആരും ഇല്ലെന്നല്ല പറഞ്ഞത്, ഉള്ളവരുണ്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ സഹോദരി എന്നെ നോക്കുന്നുണ്ട്. ഇപ്പോൾ നടക്ക് കാണുമ്പോഴാണ് കിടക്കണ്ടെന്നുള്ള ചിന്ത വരുന്നത്. കഴിഞ്ഞ ദിവസം മുടി വെട്ടിക്കൊണ്ടിരിക്കുക, ഞാൻ ഉദ്ഘാടനം ചെയ്ത എൻ്റെ സ്ഥലം, അവരാണ് ഇവിടെ വന്നത്. ആ പെൺകുട്ടികളുടെ കണ്ണ് നിറയുവാണ്. ഞാനിപ്പോൾ ഒന്നും ശ്രദ്ധിച്ചില്ല. ചിലപ്പം ഇവിടെ വന്നിക്കൊണ്ട് ധ്യാനുണ്ട്. ഇതിപ്പം കണ്ണുനീരിനെ ഇങ്ങനെ പിടിച്ചു വെക്കുക. ഞാൻ നോക്കിയപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ അമ്മയ്ക്കൊന്നുമില്ല, അതേ സംസാരിക്കാൻ പറ്റും, ഛർദ്ദിക്കുന്നു. അമ്മയ്ക്കൊന്നുമില്ല, അമ്മ തിരിച്ചു വരും. അതോടൊപ്പം പറഞ്ഞ പഴയൊരു ഫോട്ടോ കാണിച്ചു തന്നെ, എനിക്ക് മുടിയുള്ള ഫോട്ടോ. എൻ്റെ അമ്മ ഇങ്ങനെ വന്നാൽ മതി, ഈ അമ്മയല്ല, പഴയ അമ്മയായിട്ട് അമ്മ വരണം. അതുപോലെ ചേച്ചി കഴിഞ്ഞ ദിവസം എൻ്റെ മോളുടെ പറഞ്ഞപ്പോൾ മൂത്ത മോള്, ടീച്ചറെ മൂത്ത വിളിച്ചേ, അതിന് അമ്മയുടെ മോനല്ലല്ലോ, അമ്മയുടെ അനിയത്തിയല്ലേ. അപ്പോൾ അവള് പറഞ്ഞു, നിന്നെക്കാൾ മുന്നേ കണ്ട ഞാൻ അവളെ, അവൻ്റെ മോനാണ് പറഞ്ഞു. അമ്മയ്ക്ക് ഒട്ടും വയ്യ, ശ്വാസം മുട്ടല. രാവിലെപ്പോളം ഉറങ്ങാതിരിക്കും എന്നെ നോക്കി. എന്നെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, നഴ്സുമാരോട്. മെഡിക്കൽ കോളേജ് പിക്ലാനിട്ട അശ്വിൻ പത്മനാഭ സാറിന്റെ കീഴിലുള്ള വലിയൊരു റേഡിയോളജി വിഭാഗം, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 റേഡിയോളജി വിഭാഗമാണ്. എനിക്ക് എഴുതിട്ട് തന്നു. അമൻ ഷാ ഗുപ്ത എന്നാണ് സാറിന്റെ പേരിട്ട്. അവരൊക്കെ വലിയ എന്താ പറയാ, വലിയ വലിയ പ്രൊഫസർമാർ മെഡിക്കൽ കോളേജ് റേഡിയോളജി വിഭാഗത്തിലെ നമ്പർ 1 ആൾക്കാരാണ്. അവരത്ര ശ്രദ്ധയോടുകൂടി എല്ലാ ഇതോടുകൂടിയാണ് രോഗികളെ പരിചരിക്കുന്നത്. അപ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ് ചെയ്തത്. പിന്നെ എനിക്ക് കീമോ ചെയ്യുന്ന ഡോക്ടറിന്റെ പേര് ഞാൻ ചോദിക്കാതെ പറയുന്നില്ല, മാമ. അതുപോലെ സർജറി സാറിന്റെ പേര് നമ്മൾ ചോദിക്കാതെ പറയത്തില്ല, മോശമാണ്. അവരൊക്കെ എന്നെ ഒരുപാട്, എന്റെന്നല്ല, രോഗികളെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നു, അവർക്ക് ദൈവമാണ് എൻ്റെ. ഇപ്പൊ അവരാണ് എൻ്റെ ദൈവം. ഓർമ്മ പോകുന്നുണ്ട് എനിക്ക്, അതെന്നാന്ന് എനിക്കറിയില്ല. ഈ ഒരു സൈഡ് മരച്ചിരിക്കുകയാണ് തലേനെ. എന്റെ ഈ അവസ്ഥ അറിഞ്ഞിട്ട് ഇനി വീണ്ടും എനിക്ക് തന്നെ അമ്മ പാവം. ഇപ്പോഴും ആശുപത്രി പോയിട്ട് വന്നപ്പോൾ പറയാം, സായി എല്ലാവരും പറയുന്നു വേറെ ആൾക്കാർക്ക് കൊടുക്കാൻ വരെയാണ്. വീണ്ടും ഇങ്ങനെ വീണ്ടും കുറ്റം പറയാനുള്ള മോനെയാണ്. ഞാൻ എന്നാ പറയാനാ? എനിക്ക് പഴയ പോലെ എഴുന്നേക്കണം. എന്റെ മാനേജർ കരീഷ്മ ഇപ്പൊ നല്ല കുറെ പ്രോജക്റ്റുകൾ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവൻ്റെ ഇപ്പോൾ ഉണ്ട്, ഒരുപാട് നല്ല ജനങ്ങൾ എൻ്റെ ഇപ്പോൾ ഉണ്ട്. ഇതാ ഈ കൈ കണ്ടോ, ഇതാണ് തൊലി പോകുന്നത്, ദേഹമല്ല. അതുപോലെ തന്നെ എന്റെ ആഗ്രഹം, ഇവിടെ നിന്നേക്ക് കഴിഞ്ഞാൽ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സാക്ഷിയാകാൻ, ചുരുക്കി പറഞ്ഞ ഒരു മിഷണറി അല്ലെങ്കിൽ സുശേഷിയായിട്ട് പോകാനാണ് ആഗ്രഹം. ഇവിടെ ദൈവം എഴുന്നേപ്പിച്ചു കഴിഞ്ഞാൽ, ഈ രോഗമുക്തി നേടിക്കഴിഞ്ഞാൽ എന്റെ വർക്ക്, എനിക്ക് കിട്ടുന്ന വർക്കിന്റെ സൈഡിൽ കൂടെ പോകും. പക്ഷെ അതിലും മെയിനായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് എന്റെ അനുഭവ സാക്ഷ്യം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് സ്റ്റേജുകൾ ഞാൻ ഇപ്പോഴും എന്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. ഞാൻ നിന്ന് പ്രസംഗിക്കുന്നത് കഴിയുമെന്നറിയില്ല, പ്രത്യാശയുണ്ട് കഴിയുമെന്ന്. നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുകളുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും. കീമോ മാത്രമല്ല എനിക്ക് എടുക്കുന്നത്,
വേറെ മരുന്ന് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആവത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ദ്രോഹം ഗുണം ചെയ്തില്ലെങ്കിലും എന്നെ ദ്രോഹിക്കാതിരിക്കുക. ഇനിയെങ്കിലും കുറെ റീച്ചുകൾ ഉണ്ടാക്കിയില്ല നിങ്ങൾ, ഇനിയെങ്കിലും ദ്രോഹിക്കാതിരിക്കുക. കുട്ടപ്പന്റെ അമ്മ തിരിച്ചു വരണേ, മരിച്ചു പോകാൻ പേടിയില്ല എനിക്ക്. കുട്ടപ്പൻ വിഷമാവും, വീട്ടുകാർക്ക് വിഷമാവും, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട്, അവർക്ക് വിഷമാവും. എനിക്കൊരു പാട്ട് പാടി ഞാൻ ഇത് അവസാനിപ്പിക്കാം. എന്റെ സഹോദരിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലെങ്കിൽ ഇന്നിനുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, തിത്തേ തിത്തേ നൃത്തം വെക്കും പൂന്തന്നിൽ, നൃത്തം വെക്കാൻ എത്തുന്നുണ്ടേ പല്ലക്കിൽ, എന്തേ പോരാത്തോ വാവേ വാവാച്ചി, കുന്നിക്കൂർക്കളിൽ നിന്നെയോനോ മനയോനേറെ ഇഷ്ടം ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം